ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും ഓണം എക്സാമിനുള്ള പ്രിപ്പറേഷനിലായിരിക്കും. അപ്പോൾ നമ്മുടെ 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് 1 അല്ലേ, ഒരുപാട് വലിയ ചോദ്യങ്ങളും അല്ലെങ്കിൽ വലിയ മാർക്കിൻ്റെ ചോദ്യങ്ങൾ വരുന്ന ഒരു ഭാഗമാണ് നമ്മുടെ സോഷ്യൽ സയൻസ്. അപ്പോൾ സോഷ്യൽ സയൻസ് 1 ഹിസ്റ്ററിയിലെ 3 ചാപ്റ്ററുകളാണ് നമ്മുടെ ഓണം എക്സാമിനുള്ളത്. അപ്പോൾ നമുക്ക് ആ ചാപ്റ്ററുകളിൽ ആദ്യത്തെ ചാപ്റ്റർ നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ പേരെന്താണ്? റെവല്യൂഷൻസ് ദാറ്റ് ഇൻഫ്ലുവൻസ് വേൾഡ്. ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്തെല്ലാമാണ്? ലോകത്തെ സ്വാധീനിച്ച പ്രധാനപ്പെട്ട 4 വിപ്ലവങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ട് പോകുന്നത്. അമേരിക്കൻ റവല്യൂഷൻ, ഫ്രഞ്ച് റവല്യൂഷൻ, ലാറ്റിൻ അമേരിക്കൻ റവല്യൂഷൻ, റഷ്യൻ റവല്യൂഷൻ, പിന്നെ നമ്മുടെ ചൈനീസ് റവല്യൂഷനും വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും റവല്യൂഷൻസ് ആണ് നമുക്കിവിടെ പ്രധാനമായിട്ട് പഠിക്കുന്നത്. അതിൽ ലാറ്റിൻ അമേരിക്കൻ റവല്യൂഷൻ കാര്യമായിട്ടൊന്നുമില്ല, പക്ഷേ ബാക്കിയുള്ള റവല്യൂഷൻസ് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചാൽ മാത്രമേ ഈ ചാപ്റ്ററിൽ നിന്നുള്ള വലിയ ചോദ്യത്തിന് ആൻസർ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അമേരിക്കൻ റവല്യൂഷൻ എന്താണ്? അമേരിക്കയുടെ ഒരു പശ്ചാത്തലം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ബ്രിട്ടീഷുകാരുടെ മുൻപത്തെ ആദ്യകാല കോളനികളിൽ ഒന്നായിരുന്നു അമേരിക്കൻ റവല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ നയങ്ങളാണ് അമേരിക്കൻ റവല്യൂഷന് കാരണമായത്. ഇപ്പോൾ കോസസ് ഓഫ് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ അവതരിപ്പിച്ച ടാക്സ് പോളിസി, അതേപോലെ തന്നെ മെർക്കൻഡലിസ്റ്റ് നിയമങ്ങൾ, അതേപോലെ തന്നെ അമേരിക്കയിൽ നടന്നിരുന്ന ചൂഷണങ്ങൾ ചൂണ്ടിക്കാണിച്ച തിങ്കേഴ്സ്, ചിന്തകന്മാർ. അപ്പോൾ അവിടെ ഒരു ചോദ്യം വരും, വാട്ട് ആർ ദ കോസസ് ഓഫ് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിനുണ്ടായ കാരണങ്ങൾ. ആ 3 കാരണങ്ങളാണ് ബ്രിട്ടൻ്റെ ടാക്സ് പോളിസിയും മെർക്കൻഡലിസ്റ്റ് നിയമങ്ങളും തിങ്കേഴ്സ്, ചിന്തകന്മാരുടെ സ്വാധീനവുമെല്ലാം. അപ്പോൾ അതിൽ തന്നെ ഈ ടാക്സ് പോളിസി, ഇംഗ്ലണ്ടിൻ്റെ ടാക്സ് പോളിസി എങ്ങനെയുള്ളതായിരുന്നു? സ്വാഭാവികമായിട്ടും അമേരിക്കയ്ക്ക് ഒരു വിധത്തിലുള്ള ഗുണവുമില്ലാത്ത ഒരു നികുതി നയമായിരുന്നു ബ്രിട്ടീഷുകാർ അമേരിക്കയിൽ നടപ്പിലാക്കിയിരുന്നത്. അപ്പോൾ ടാക്സ് പോളിസി എന്താണ് എന്നൊരു ചോദ്യം വരില്ല. പക്ഷേ എന്താണ് മെർക്കൻഡലിസം? വാട്ട് ഈസ് മെർക്കൻഡലിസം എന്നൊരു ചോദ്യം അവിടെ വരാൻ സാധ്യതയുണ്ട്. പോളിസീസ് ഇംപ്ലിമെൻറ്റഡ് ബൈ ദ ഇംഗ്ലണ്ട് അല്ലെങ്കിൽ ഓർ ബ്രിട്ടീഷ് മർച്ചൻസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദെയർ മദർലാൻഡ്. ഇംഗ്ലണ്ടിൻ്റെ സഹായത്താൽ ബ്രിട്ടനിലെ ഇംഗ്ലീഷുകാരായ മർച്ചൻറ്റുമാർ അവതരിപ്പിച്ച ഒരു പോളിസിയാണ് മെർക്കൻഡലിസ്റ്റ് പോളിസി എന്ന് പറയുന്നത്. അപ്പോൾ മെർക്കൻഡലിസത്തിൻ്റെ മെയിൻ പ്രിൻസിപ്പിൾസ്, 5 മാർക്കിൻ്റെ ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദ മെയിൻ പ്രിൻസിപ്പിൾസ് ഓഫ് മെർക്കൻഡലിസ്റ്റ് ലോസ് എന്ന് പറയുന്നത്? മെർക്കൻഡലിസ്റ്റ് നയങ്ങൾ. അപ്പോൾ അതിൽ കാര്യങ്ങളെല്ലാം നിങ്ങൾക്കറിയാം. ബ്രിട്ടൻ്റെ ഗുഡ്സ് മാത്രമേ അവർ ഉപയോഗിക്കാൻ പാടുള്ളൂ, എക്സ്പോർട്ടിങ്ങും ഇമ്പോർട്ടിങ്ങും ബ്രിട്ടനിലേക്ക് മാത്രമേ പാടുള്ളൂ, ബ്രിട്ടീഷ് ഷിപ്പുകളിൽ മാത്രം അല്ലെങ്കിൽ ബ്രിട്ടൻ്റെ കോളനികളിൽ പണിത ഷിപ്പുകളിൽ മാത്രമേ ഇത് പാടുള്ളൂ, ബ്രിട്ടൻ്റെ സ്റ്റാമ്പായിരിക്കണം അവർ പതിച്ചിട്ടുണ്ടാവുക, പിന്നെ ഇമ്പോർട്ട് ടാക്സ് അടയ്ക്കണമായിരുന്നു. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട്. ഇത് നിങ്ങൾ ക്ലിയർ ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. അതേപോലെ തന്നെ ഇവിടെ 1 മാർക്കിൻ്റെ ഒരു ചോദ്യം വരാം. ബോസ്റ്റൺ ടീ പാർട്ടി നടന്ന വർഷം 1773 ബോസ്റ്റൺ ടീ പാർട്ടി നടന്നിട്ടുള്ളത്. പിന്നെ വരുന്നത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് കടക്കുകയാണെങ്കിൽ ഫസ്റ്റ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ്, 1ാം വൻകര സമ്മേളനം നടന്ന വർഷം, 2ാം വൻകര സമ്മേളനം നടന്നിട്ടുള്ള വർഷം, അതേപോലെ തന്നെ നമ്മുടെ ആ കാലഘട്ടത്തിലെ തിങ്കേഴ്സ്, ഇപ്പോൾ തോമസ് പെയിൻ്റെ പാംപ്ലെറ്റ് കോമൺ സെൻസ് എന്ന് പറയുന്ന ആ ഒരു ഭാഗം, അല്ലെങ്കിൽ അവരുടെ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളിവിടെ നോട്ട് ചെയ്യണം. ഇതെല്ലാം 1 മാർക്കിൻ്റെ ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. അതേപോലെ തന്നെ അമേരിക്കൻ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു റിസൾട്ട് എന്തെല്ലാമായിരുന്നു? അതിനു മുമ്പ് ഇതിൽ സെക്കൻഡ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ്സിൽ ജോർജ് വാഷിങ്ടണിനെ അമേരിക്കയുടെ കോണ്ടിനെൻ്റൽ ആർമിയുടെ ചീഫായി തിരഞ്ഞെടുത്ത കാര്യം നിങ്ങൾ ഇവിടെ നോക്കണം. ആ ഒരു കോണ്ടിനെൻ്റൽ കോൺഗ്രസ്സിൽ പങ്കെടുത്ത രാജ്യങ്ങൾ അല്ലെങ്കിൽ പങ്കെടുക്കാതിരുന്ന രാജ്യങ്ങൾ ഏതെല്ലാമായിരുന്നു? അതേപോലെ പാരീസ് ഉടമ്പടി 1783 പാരീസ് ഉടമ്പടി അനുസരിച്ച് എത്ര രാജ്യങ്ങൾക്കാണ് സ്വാതന്ത്ര്യം കിട്ടിയത്? അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്തത് ജെയിംസ് മാഡിസൺ ആണ്. അമേരിക്കയുടെ ആദ്യത്തെ പ്രസിഡന്റ് ജോർജ് വാഷിങ്ടൺ. മുതലായ കാര്യങ്ങൾ നിങ്ങളിവിടെ നോക്കിയിട്ടുണ്ടാവണം. ഇതെല്ലാം 1 മാർക്ക് ചോദ്യങ്ങളാണ്, അല്ലെങ്കിൽ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഫലങ്ങൾ എന്തെല്ലാമായിരുന്നു അല്ലേ? പിൽക്കാല സ്വാതന്ത്ര്യ സമരങ്ങൾക്ക് പ്രചോദനമേകി, ഗീവ് ദ ഡയറക്ഷൻസ് ലേറ്റർ ഫ്രീഡം സ്ട്രഗിൾസ്, പിന്നെ ഫെഡറലിസം എന്ന് പറയുന്ന ഒരു ആശയം അല്ലെ, പുട്ട് ഫോർവേഡ് ദ ഐഡിയ ഓഫ് ഫെഡറലിസം, ഫസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ വേൾഡ്, ലോകത്തിലെ ആദ്യത്തെ ലിഖിത ഭരണഘടന, എഴുതപ്പെട്ട ഭരണഘടന അമേരിക്കയുടേതാണ്. ഇങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങൾ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം കൊണ്ട് ഉണ്ടായിട്ടുണ്ട്. ഇനി അടുത്ത ഒരു ഭാഗത്തേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഫ്രഞ്ച് റവല്യൂഷൻ. ഫ്രഞ്ച് റവല്യൂഷൻ ഉണ്ടായ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തെല്ലാമായിരുന്നു എന്നുള്ള കാര്യം ഒരു ചോദ്യം വേണമെങ്കിൽ വരാം അല്ലേ? ഫ്രഞ്ച് റവല്യൂഷൻ കോസസ് അല്ലെങ്കിൽ അതിൻ്റെ
കാരണം എന്താണ് എന്നുള്ളത്. ഒരു ഓട്ടോക്രാറ്റിക് റൂളാണ്, സ്വേച്ഛാധിപത്യ ഭരണമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അവരുടെ നമ്മുടെ ഈ രാജാക്കന്മാരുടെ ഫ്രാൻസ് ഭരിച്ചിരുന്ന രാജാക്കന്മാരുടെ സ്വേച്ഛാധിപത്യ ഭരണം തന്നെയായിരുന്നു അതിൽ പ്രധാനപ്പെട്ട കാരണങ്ങൾ. പിന്നെ അവർ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമ്മുടെ ലൂയി 14 പറഞ്ഞത് എന്താണ്? ഐ ആം ദ സ്റ്റേറ്റ്, ഞാനാണ് രാഷ്ട്രം. എത്രത്തോളം അഹങ്കാരത്തോടു കൂടിയുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണത്. അതേപോലെ തന്നെ ലൂയി 15 പറഞ്ഞത് ആഫ്റ്റർ മീ ദ ഡെല്യൂജ്, എനിക്ക് ശേഷം ഇവിടെ പ്രളയമാണ്. ഇനി മേരി അന്റോണിയറ്റ് പറയുകയാണെങ്കിൽ, ലൂയി 14 ഭാര്യയായിട്ടുള്ള മേരി അന്റോണിയറ്റ് പറയുന്നത് ഇഫ് ദേ ക്യാൻറ്റ് ഈറ്റ് ബ്രെഡ് ലെറ്റ് ദം ഈറ്റ് കേക്ക്. അവർ ബ്രെഡ് കഴിക്കാൻ അവർക്ക് കഴിയുന്നില്ലെങ്കിൽ അവർ ബ്രെഡ് കഴിക്കണ്ട, അവർ കേക്ക് കഴിക്കട്ടെ. അപ്പോൾ എത്രത്തോളം രാഷ്ട്രത്തെക്കുറിച്ചുള്ള ഒരു അറിവില്ലായ്മയാണ് അവിടെ പ്രതിധ്വനിക്കുന്നത്. അപ്പോൾ അവരുടെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങളവിടെ നോക്കി വെച്ചിട്ടുണ്ടാവണം. കാരണം ആ സ്റ്റേറ്റ്മെൻറ്റ് അതാര് പറഞ്ഞു എന്നൊരു ചോദ്യം അവിടെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതേപോലെ തന്നെ അത് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിലും അങ്ങനെ തന്നെയുണ്ട്. അമേരിക്കൻ തിങ്കേഴ്സ് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടാവണം. അവർ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ട് ഇത് ആരുടെ വാക്കുകളാണ് എന്നൊരു ചോദ്യം അവിടെ പ്രതീക്ഷിക്കാം. ഇനി അടുത്തതായി നിങ്ങൾ നോക്കേണ്ടത് ഫ്രഞ്ച് സൊസൈറ്റിയാണ്. ഫ്രഞ്ച് സമൂഹത്തിൽ ഓരോ എസ്റ്റേറ്റുകൾ, ഇപ്പോൾ ഫസ്റ്റ് എസ്റ്റേറ്റ്, സെക്കൻഡ് എസ്റ്റേറ്റ്, തേർഡ് എസ്റ്റേറ്റ്, ഈ 3 എസ്റ്റേറ്റുകളിലെയും ആളുകളുടെ അവകാശങ്ങൾ എന്തൊക്കെയായിരുന്നു, അല്ലെങ്കിൽ അവർക്കുണ്ടായിരുന്ന റെസ്പോൺസിബിലിറ്റി എന്തെല്ലാമായിരുന്നു. അവകാശങ്ങൾ മൊത്തം ഫസ്റ്റ് എസ്റ്റേറ്റിനും സെക്കൻഡ് എസ്റ്റേറ്റിനാണ്, റെസ്പോൺസിബിലിറ്റി മൊത്തം തേർഡ് എസ്റ്റേറ്റിന്. ഫസ്റ്റ് എസ്റ്റേറ്റ് പിരിച്ചിരുന്ന ടാക്സിൻ്റെ പേര് നിങ്ങൾ മറക്കരുത്, തിദേ എന്നാണ് ആ ടാക്സിൻ്റെ പേര്. അതേപോലെ സെക്കൻഡ് എസ്റ്റേറ്റ് കൊടുത്തിരുന്ന ടാക്സിനെ തൈലി എന്നും പറയുമായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങൾ നോക്കുക. ഇനി ഫ്രഞ്ച് റവല്യൂഷനുമായി ബന്ധപ്പെട്ട ചില ചിന്തകന്മാരുണ്ട്. ആ ചിന്തകന്മാർ പറഞ്ഞ വാക്കുകൾ വളരെ പ്രസക്തമാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ റൂസോ എന്താണ് പറഞ്ഞത്? ദ മാൻ ഈസ് ബോൺ ഫ്രീ ബട്ട് എവരിവെയർ ഹീസ് ഇൻ ചെയിൻ. മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യന് എവിടെയും ചങ്ങലക്കെട്ടുകളാണ്. അതായത് ചങ്ങലയാൽ അവൻ ബന്ധിതനാണ്. ജനിക്കുമ്പോൾ മാത്രമാണ് അവൻ സ്വതന്ത്രനായി ജനിക്കുന്നത്. ഇത് റൂസോയുടെ വാക്കുകളാണ്. അതേപോലെ വോൾട്ടയർ എന്താണ് പറഞ്ഞത്, മോണ്ടെസ്ക്യൂ എന്താണ് പറഞ്ഞത്, ഈ കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടാവണം. ഇനി ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഇൻസിഡൻസ്, അതൊരു ചോദ്യമാണ്. വാട്ട് ആർ ദ ഇമ്പോർട്ടൻറ്റ് ഇൻസിഡൻസ് ഓഫ് ഫ്രഞ്ച് റവല്യൂഷൻ? ഒരുപാട് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിന് പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ ലക്ഷൂറിയസ് ലൈഫ് ഓഫ് ബൂർബൻ കിങ്സ്, ബൂർബൻ രാജാക്കന്മാരുടെ ആഡംബരപൂരിതമായ ഒരു ജീവിതം. അതേപോലെ തന്നെ ഫിനാൻഷ്യൽ മിലിറ്ററി അസിസ്റ്റൻസ് ഗീവൻസ് ടു ദ അമേരിക്കൻ കോളനി അതിരുവിട്ട് അവർ സഹായിച്ചത്, പിന്നെ ഉയർന്ന ടാക്സ്, അങ്ങനെയുള്ള പല കാര്യങ്ങളും. ഇതിൽ ക്ഷുഭിതരായിട്ടുള്ള നമ്മുടെ 3ാമത്തെ എസ്റ്റേറ്റ്, അവർക്കും ഫ്രഞ്ച് സമൂഹത്തിൽ ഓരോരുത്തർക്കും ഓരോ വോട്ട് വേണം എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിലേക്ക് അവർ എത്തുകയും അത് അവർ സമ്മതിക്കാതായപ്പോൾ തൊട്ടടുത്തൊരു ടെന്നീസ് കോർട്ടിൽ അവർ പോയി ഒന്നിച്ച് അവിടെ വെച്ച് ഒരു ഭരണഘടന, ഫ്രാൻസിനായി പുതിയൊരു ഭരണഘടന അവർ രൂപീകരിച്ചു. അതിനെയാണ് പ്രശസ്തമായ ടെന്നീസ് കോർട്ട് അസംബ്ലി അല്ലെങ്കിൽ ടെന്നീസ് കോർട്ട് ഓത്ത് എന്ന് പറയുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് നോക്കിയിട്ടുണ്ടാവണം. അതേപോലെ തന്നെ ഫ്രഞ്ച് റവല്യൂഷൻ്റെ നാഴികക്കല്ലുകൾ നിങ്ങൾ പരിശോധിച്ചാൽ അതിലെ പ്രധാനപ്പെട്ട വാക്കുകൾ നിങ്ങൾ മറക്കരുത്. ലിബർട്ടി, ഈക്വാലിറ്റി, ഫെർട്ടേണിറ്റി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഇതായിരുന്നു ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രധാന പാംപ്ലെറ്റ്, അതായിരുന്നു അവരുടെ പ്രധാന മുഖമുദ്ര. ആ ഒരു വാക്ക് നിങ്ങൾ നോക്കണം. അത് ബൂർബൻ മൊണാർക്കിക്കെതിരെ, അതായത് ബൂർബൻ രാജവംശത്തിനെതിരെയായിരുന്നു അവരത് നടത്തിയത്. പിന്നെ ഫ്രഞ്ച് റവല്യൂഷൻ സംഭവിച്ച ഫ്രഞ്ച് റവല്യൂഷൻ്റെ നാഴികക്കല്ലുകൾ കൃത്യമായി ടെക്സ്റ്റിൽ കിടക്കുന്നുണ്ട്. അത് ഓരോന്നും ഓരോ മാർക്കിൻ്റെ ചോദ്യങ്ങളായി നിങ്ങളത് പഠിച്ചിരിക്കണം. ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്, അത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കും തരാം. വെൻ ദ ഫ്രാൻസ് സ്നീസസ് ദ റെസ്റ്റ് ഓഫ് ദ യൂറോപ്സ് ക്യാച്ച് കോൾഡ്. ഫ്രഞ്ച് ഒന്ന് തുമ്മിയാൽ യൂറോപ്പിലെ മറ്റ് ആളുകൾക്കെല്ലാം ജലദോഷം പിടിക്കും എന്ന് പറഞ്ഞ പോലെ. അതായത് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ റിസൾട്ട് എന്തായിരുന്നു, അല്ലെങ്കിൽ ഫലങ്ങൾ എന്തെല്ലാമായിരുന്നു. അപ്പോൾ ഇതിൽ ഒരു 5 മാർക്കിൻ്റെ ചോദ്യമാണെങ്കിൽ ഒരു 5 കാര്യങ്ങളെങ്കിലും നിങ്ങൾ പഠിച്ചിരിക്കണം. സ്റ്റിമുലേറ്റ് ദ ലേറ്റർ റെവല്യൂഷൻസ് ഇൻ ദ വേൾഡ്. ലോകത്തിലെ മറ്റ് വിപ്ലവങ്ങൾക്ക് ഇത് സ്വാധീനം ചെലുത്തി എന്നുള്ളതാണ്. എൻറ്റേർഡ് ദ ഫ്യൂഡൽ സിസ്റ്റംസ് ഇൻ യൂറോപ്പിലെ ഫ്യൂഡൽ വ്യവസ്ഥിതിക്ക് അറുതി വന്നു, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ. അതേപോലെ തന്നെ ഹെൽപ്സ് ദ ഗ്രോത്ത് ഓഫ് ദ മിഡിൽ ക്ലാസ്, മധ്യവർഗ്ഗക്കാരുടെ വളർച്ചയ്ക്ക് കാരണമായി. അതേപോലെ തന്നെ സ്പ്രെഡ് ദ ഐഡിയാസ് ഓഫ് ഈക്വാലിറ്റി, ലിബർട്ടി ആൻഡ് ഫെർട്ടേണിറ്റി, അല്ലെ? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന ആശയം ലോകത്തിന് മുമ്പിൽ വിളിച്ചോതിയ ഒരു വിപ്ലവമായിരുന്നു ഫ്രഞ്ച് വിപ്ലവം. പിന്നീട് കുറേ കാലം ഫ്രാൻസിൽ നടന്നത് റെയിൻ ഓഫ് ടെറർ ആയിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. അവിടെ പ്രത്യേകിച്ച് ഒരു ചോദ്യം വരുന്നില്ല.
അതിനുശേഷം എന്ത് സംഭവിച്ചു? നെപ്പോളിയൻ്റെ ഭരണമാണ് പിന്നീട് ഫ്രാൻസ് കണ്ടത്. അപ്പോൾ നെപ്പോളിയൻ്റെ പരിഷ്കാരങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അത് 1 മാർക്കിനും വരാം, മൊത്തത്തിൽ ഒരു 6 മാർക്കിന് വേണമെങ്കിലും വരാം. അപ്പോൾ ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചത് ആരാണ്, അല്ലെങ്കിൽ സിങ്കിങ് ഫണ്ട് ഫോം ചെയ്തത് ആരാണ്? അത് നെപ്പോളിയനാണ്. അപ്പോൾ അങ്ങനെയുള്ള ചോദ്യവും നിങ്ങൾക്ക് ഇവിടെ നിന്നും പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം, നെപ്പോളിയൻ മരിക്കുന്നത് ഏത് യുദ്ധത്തിലാണ്? പ്രശസ്തമായ വാട്ടർലൂ യുദ്ധത്തിലാണ് യൂറോപ്യൻ ശക്തികൾ നെപ്പോളിയനെ കീഴ്പ്പെടുത്തിയത്. ഇനി ഈ ചാപ്റ്ററിലെ അടുത്ത പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ ലാറ്റിൻ അമേരിക്കൻ റവല്യൂഷനെ കുറിച്ചാണ് വരുന്നത്. സ്പാനിഷുകാരും പോർച്ചുഗീസുകാരും ലാറ്റിൻ അമേരിക്കയെ തകർക്കുകയാണ് ചെയ്തത്, അവരുടെ കോളനിയാക്കി ലാറ്റിൻ അമേരിക്കയെ മാറ്റുകയാണ് ചെയ്തത്. അപ്പോൾ ലാറ്റിൻ അമേരിക്കയ്ക്കെതിരെ പോരാടിയ ലാറ്റിൻ അമേരിക്കൻ വിപ്ലവത്തിൽ യൂറോപ്യൻ ശക്തികളായ പോർച്ചുഗീസുകാർക്കും അതേപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന നമ്മുടെ ഈ ഫ്രഞ്ചുകാർക്കും പോർച്ചുഗീസുകാർക്കും എതിരെ പോരാടിയ നേതാക്കന്മാർ ആരെല്ലാമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ നേതാക്കന്മാരുടെ പേര് ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സൈമൺ ബോളിവർ, അതേപോലെ തന്നെ ജോസ് ഡെ സാൻ മാർട്ടിൻ, ഫ്രാൻസിസ്കോ മിറാൻഡ, അവരുടെ എല്ലാ പേരുകളാണ് ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. കാരണം ഈ ഒരു ഭാഗം മാച്ച് ദ ഫോളോയിങ്ങിനാണ് എക്സാമിന് നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഇവരുടെ പേരുകൾ നിങ്ങൾ നോട്ട് ചെയ്തിരിക്കണം. ഇനി പ്രശസ്തമായ റഷ്യൻ റവല്യൂഷനിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ റഷ്യൻ റവല്യൂഷനിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തെല്ലാമായിരുന്നു എന്ന് നമ്മൾ നോക്കണം. അപ്പോൾ റഷ്യൻ റവല്യൂഷന് പ്രധാനപ്പെട്ട കാരണം എന്താണ്, കോസസ് എന്താണ്, വാട്ട് ആർ ദ കോസസ് ഓഫ് റഷ്യൻ റവല്യൂഷൻ? അപ്പോൾ റഷ്യൻ റവല്യൂഷൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ തൊഴിലാളികളുടെ പ്രശ്നമാണ്. ഫാക്ടറി തൊഴിലാളികൾ നേരിട്ടിരുന്ന, അതേപോലെ തന്നെ കർഷകർ നേരിട്ടിരുന്ന പ്രശ്നമായിരുന്നു ഇത്. പിന്നീട് സാർ ചക്രവർത്തിമാരുടെ ഒരു ആട്ടോക്രാറ്റിക് റൂൾ എല്ലാമായിരുന്നു റഷ്യൻ റവല്യൂഷനിലേക്ക് നയിച്ചത്. അത് പിന്നീട് തൊഴിലാളികളുടെ ഒരു പാർട്ടികളൊക്കെ രൂപീകരിക്കുന്നതിനൊക്കെ കാരണമായി. അതിന് കാരണമായ റഷ്യൻ തിങ്കേഴ്സ് ഉണ്ട്, മാക്സിം ഗോർക്കി, ലിയോ ടോൾസ്റ്റോയ്, അതേപോലെ തന്നെ ആന്റോൺ ചെക്കോവ്, ഇവാൻ തുർഗ്നേവ്, അതേപോലെ തന്നെ കാൾ മാർക്സ്, ഫെഡറിക് എയ്ംഗൽസ്, ഇങ്ങനെയുള്ള ആളുകളാണ്. ഓക്കെ, അപ്പോൾ റഷ്യയിൽ ഇവരുടെ എല്ലാം സ്വാധീനത്തിൻ്റെ ഫലമായിട്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി രൂപീകരിച്ചു. അപ്പോൾ റഷ്യയിലൊരു പാർട്ടിയാണ്. ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ പാർട്ടി പിന്നീട് രണ്ടായിട്ട് മാറി, മെൻഷെവിക്കും ബോൾഷെവിക്കും. അപ്പോൾ മെൻഷെവിക് പാർട്ടിയുടെ തലവൻ അലക്സാണ്ടർ കെരൻസ്കി ആയിരുന്നെങ്കിൽ ബോൾഷെവിക് പാർട്ടിയുടെ തലവൻ വ്ളാഡിമിർ ലെനിൻ ആയിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അവിടെ അലക്സാണ്ടർ കെരൻസ്കി അവരുടെ ആ ഒരു ഭരണ പരിഷ്കാരം എങ്ങനെയുള്ളതായിരുന്നു എന്നുള്ളതൊക്കെ എക്സാമിന് ഒരു ചോദ്യമായിട്ട് വരാം. പക്ഷേ റഷ്യൻ റവല്യൂഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 ചോദ്യങ്ങളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നാമത്തതാണ് ബ്ലഡി സൺഡേ, രക്തരൂക്ഷിതമായ ഞായർ എന്ന് പറയുന്നത്. അതുണ്ടായ കാലഘട്ടം 1905 സംഭവിച്ചത്. പെട്രോഗ്രാഡ് നഗരത്തിൽ ബൂർബൻ സാർ ചക്രവർത്തിയുടെ ഭരണത്തിനെതിരെ പ്രതികരിച്ച ജനങ്ങളെ വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്തത്. അത് രക്തരൂക്ഷിതമായ ഞായർ അഥവാ ബ്ലഡി സൺഡേ എന്ന് അറിയപ്പെടുന്നു. പിന്നീട് നടന്ന ഫെബ്രുവരി റവല്യൂഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇതാണ്. അത് 1917 നടന്നത്. സാർ ചക്രവർത്തി ജനങ്ങളോട് ചോദിക്കാതെ ജനങ്ങളുടെ ഒരു സഭയായിരുന്നു ദ്യൂമയുടെ വാക്ക് ധിക്കരിച്ച് സാർ ചക്രവർത്തി ഫസ്റ്റ് വേൾഡ് വാറിൽ പങ്കെടുത്തത് റഷ്യയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും തുടർന്ന് വർക്കേഴ്സ് അവർ ഓർഗനൈസ് ചെയ്ത് സോവിയറ്റുകളായിട്ട് രൂപാന്തരപ്പെട്ട് അവർ റഷ്യൻ നഗരമായ പെട്രോഗ്രാഡിൽ അവർ പ്രകടനം നടത്തുകയും അപ്പോൾ ദ്യൂമയുടെ വാക്ക് ധിക്കരിച്ച രാജാവിനെതിരെ അവർ പ്രകടനം നടത്തുകയും ചെയ്തപ്പോൾ ആദ്യം പട്ടാളത്തെ ഉപയോഗിച്ച് അട്ടിമറിക്കാൻ രാജാവ് ശ്രമിച്ചെങ്കിലും പിന്നീട് പട്ടാളക്കാരും ജനങ്ങളോടൊപ്പം നിന്ന് രാജാവിനെ ആ സ്ഥാനത്ത് നിന്നും സ്ഥാനഭ്രഷ്ടനാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണ് ചെയ്തത്. അതാണ് വളരെ പ്രശസ്തമായിട്ടുള്ള ഫെബ്രുവരി റവല്യൂഷൻ എന്ന് പറയുന്നത്. പിന്നീട് തുടർന്ന് അലക്സാണ്ടർ കെരൻസ്കി നമ്മുടെ റഷ്യയുടെ താൽക്കാലിക പ്രൊവിഷണൽ ഗവൺമെൻറ് രൂപീകരിക്കും, താൽക്കാലിക നേതാവായി മാറുകയും ചെയ്തു. എന്നാൽ ഈ സമയം സ്വിറ്റ്സർലാൻഡിലായിരുന്ന ലെനിൻ തുടർന്ന് റഷ്യയിലേക്ക് വരികയും കെരൻസ്കിയുടെ ശരിയല്ലാത്ത ഭരണത്തിനെതിരെ പോരാടി. ആ വിപ്ലവത്തെയാണ് ഒക്ടോബർ റവല്യൂഷൻ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ വാട്ട് ഈസ് ഒക്ടോബർ റവല്യൂഷൻ എന്നൊരു ചോദ്യം നിങ്ങളുടെ എക്സാമിന് വന്നേക്കാം. അപ്പോൾ ലെനിൻ കുറച്ച് കാര്യങ്ങൾ പുട്ട് ഫോർവേഡ് ചെയ്തു കെരൻസ്കിയുടെ അടുത്ത്. കെരൻസ്കി അത് കൂട്ടാക്കാതെ വന്നപ്പോൾ കെരൻസ്കിയുടെ ഭരണത്തിനെതിരെ ലെനിൻ നടത്തിയ ഒരു വിപ്ലവമാണ് ഒക്ടോബർ റവല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾ ക്ലിയർ ആയിട്ട് നോക്കിയിട്ടുണ്ടാകും. ഇനി അടുത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു മേഖലയിലെ റിസൾട്ട് ഓഫ് റഷ്യൻ റവല്യൂഷൻ. റഷ്യൻ റവല്യൂഷൻ്റെ ഫലങ്ങൾ എന്തെല്ലാമാണ്? ഒന്ന്, റഷ്യ ഫസ്റ്റ് വേൾഡ് വാറിൽ നിന്നും പിന്മാറി. അതേപോലെ തന്നെ
സാധാരണക്കാരന് ലാൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. പബ്ലിക് സെക്ടറിന് കൂടുതൽ, അതായത് പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ പ്രയോറിറ്റി കൊടുത്തു. USSR ആയി ലക്ഷ്യമാണ്, യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്, ദാറ്റ് ഈസ് USSR. റഷ്യ പുതിയൊരു രാജ്യമായി മാറി, USSR എന്ന് പറയുന്നത്. ഇനി ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ഭാഗമാണ് ചൈനീസ് റവല്യൂഷൻ. ചൈനീസ് റവല്യൂഷൻ നിങ്ങൾ പഠിക്കുമ്പോൾ ഒപ്പിയം ട്രേഡും ഓപ്പൺ ഡോർ പോളിസിയും നോക്കിയിട്ടുണ്ടാവണം. ഒപ്പിയം ട്രേഡിൽ എന്താണ് പറയുന്നത്, അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തെല്ലാമായിരുന്നു? ഓപ്പൺ ഡോർ പോളിസി. കാരണം ഇതൊരിക്കലും ഡയറക്റ്റ് ആയിട്ട് എക്സാമിന് ചോദിക്കില്ലെങ്കിലും ഇതിലെ കാര്യങ്ങൾ നിങ്ങൾ നോക്കിയിരിക്കണം. ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു മാച്ച് ദ ഫോളോയിങ്ങോ മറ്റു കാര്യങ്ങളോ ഇതിൽ നിന്നും കയറി വന്നേക്കാം. ചൈനയിൽ രാജവംശം, മാഞ്ചു രാജവംശത്തിനെതിരെ നടന്ന ആദ്യ കലാപം ബോക്സർ റിബലിയൻ ആണ്. പക്ഷേ ഈ കലാപം വിജയിച്ചില്ല. പക്ഷേ മാഞ്ചു രാജവംശത്തിനെതിരെ നടന്ന ആദ്യത്തെ കലാപം എന്ന രീതിയിൽ ഇത് ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ബോക്സർ റിബലിയൻ എന്താണ് എന്നുള്ള കാര്യം നിങ്ങൾ നോക്കിയിരിക്കണം. ഇനി സന്യാത് സെന്നിൻ്റെ നേതൃത്വത്തിലാണ് ആദ്യമായിട്ട് ഒരു വിജയിച്ച സമരം എന്ന് പറയാവുന്നത്. മഞ്ചു രാജവംശത്തെ കീഴ്പ്പെടുത്തിക്കൊണ്ട് 1911 കുമിങ്താൻ പാർട്ടി രൂപീകരിക്കുകയാണ് ഡോക്ടർ സന്യാത് സെൻ ചെയ്തത്. എന്നാൽ സന്യാത് സെന്നിന് ശേഷം ഈ സ്ഥാനത്തേക്ക് വന്ന ചിയാങ് കൈഷക്, അദ്ദേഹത്തിൻ്റെ ഏകാധിപത്യ ഭരണമാണ് ഇവിടെ ചെയ്തിരുന്നത്. അപ്പോൾ എക്സ്പ്ലെയിൻ ദ ഓട്ടോക്രാറ്റിക് റൂൾ ഓഫ് ചിയാങ് കൈഷക് എന്ന് പറയുന്ന ഒരു ഭാഗം വന്നേക്കാം. അദ്ദേഹം കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഫോറിൻ പവേഴ്സിന് നൽകി എന്നുള്ളതായിരുന്നു അദ്ദേഹം ചെയ്ത ഒരു പോരായ്മ. മാത്രമല്ല കമ്മ്യൂണിസ്റ്റുകാരെ അദ്ദേഹം ശത്രുക്കളായി കാണുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയപ്പോഴാണ് മറ്റൊരു നേതാവായ മാവോ സെതുങ് വരികയും അദ്ദേഹം നടത്തിയ ലോങ് മാർച്ച്, ഇതാണ് ഈ ചാപ്റ്ററിൽ വളരെ പ്രധാനപ്പെട്ടത്. ഇവിടെ ചോദ്യം വരുന്നത് എക്സ്പ്ലെയിൻ ലോങ് മാർച്ച് അല്ലെങ്കിൽ ഹൗ ഡിഡ് ചൈന ബിക്കം പീപ്പിൾസ് റിപ്പബ്ലിക്, എങ്ങനെയാണ് ചൈന ഒരു ജനകീയ റിപ്പബ്ലിക് ആയത് എന്നൊരു ചോദ്യവും ഇവിടെ വരാം. 1934 മാവോ സെതുങ് ലോങ് മാർച്ച് നടത്തിയത്. ഏകദേശം 12,000 കിലോമീറ്ററോളമാണ് അദ്ദേഹം ഈ ഒരു ലോങ് മാർച്ച് നടത്തിയത്. അവസാനം ഈ ലോങ് മാർച്ചിലുടനീളം ഓരോ പ്രദേശങ്ങളും വെട്ടിപ്പിടിച്ചെടുക്കുകയും മുതലാളിമാരുടെ കയ്യിൽ നിന്നും സ്ഥലങ്ങൾ പിടിച്ചെടുക്കുകയും തൊഴിലാളികൾക്ക് വീതിച്ചു കൊടുക്കുകയും അവസാനം ചിയാങ് കൈഷക് പേടിച്ച് അദ്ദേഹം ചൈനയിൽ നിന്നും തായ്വാനിലോട്ട് ഒളിച്ചോടുകയും തുടർന്ന് മാവോ സേതുങ് ചൈന കംപ്ലീറ്റ് പിടിച്ചെടുക്കുകയും ചൈനയിലൊരു കമ്മ്യൂണിസ്റ്റ് ജനാധിപത്യം എന്ന് പറയുമ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണം ചൈനയിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത്. അപ്പോൾ ഇതിനെയാണ് പ്രശസ്തമായ ലോങ് മാർച്ച് അല്ലെങ്കിൽ ഹൗ ഡിഡ് ചൈന ബിക്കം പീപ്പിൾസ് റിപ്പബ്ലിക് എന്നൊരു ചോദ്യം ഇവിടെ വരുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററിൽ നമുക്ക് പ്രധാനമായിട്ട് പഠിക്കാനായിട്ടുള്ളത്. ഈ ചാപ്റ്ററിൽ നിന്നും ചെറിയ ചോദ്യത്തിനേക്കാൾ ഉപരി മാച്ച് ദ ഫോളോയിങ്ങും അതുപോലെ എസ്സേ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സോഷ്യൽ സയൻസിൻ്റെ ഒരു 30% നമുക്ക് നമ്മുടെ കൈകളിലായി എന്നാണ് അതിനർത്ഥം. അപ്പോൾ ഈ ടെക്സ്റ്റ് നല്ലപോലെ വായിക്കുക, അതേപോലെ നമ്മുടെ സ്റ്റഡി മെറ്റീരിയലൊക്കെ നന്നായി പഠിച്ചിട്ട് വേണം നിങ്ങൾ എക്സാമിന് പോകാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.